ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഏപ്രിൽ 27 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. യുഎസിന്റെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ എത്രാമത്തെ അംഗമായാണ് ചേർന്നത്? ഉത്തരം 32. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 2022 മെയ്യിലാണ് നിഷ്പക്ഷ സൈനിക നയം ഉപേക്ഷിച്ച് സ്വീഡനും ഫിൻലൻഡും നാറ്റോ പ്രവേശനത്തിന് അപേക്ഷ നൽകിയത്. 2023 ഏപ്രിലിൽ ഫിൻലൻഡിന് അംഗത്വം ലഭിച്ചിരുന്നു. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി ഹുഗ്ലി നദിക്കുള്ളിലൂടെയാണ് തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഒരു പ്രധാന നദിക്കുള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാത കൂടിയാണിത്. ഹൗറ മൈതാൻ മെട്രോ മുതൽ എസ്പ്ലനേഡ് വരെ നീളുന്നതാണ് അണ്ടർ വാട്ടർ മെട്രോ പാത. പാതയുടെ ദൈർഘ്യം 16.5 കിലോമീറ്റർ. പാതയുടെ 10.8 കിലോമീറ്റർ ജലത്തിനടിയിലും 5.75 കിലോമീറ്റർ പ്രത്യേക പാലം ഉപയോഗിച്ച് ഉയർത്തിയ നിലയിലുമാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരം എന്നതിനൊപ്പം ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം എന്ന നിലയിലും കൊൽക്കത്ത അറിയപ്പെടും. 2014 ഏപ്രിൽ 17 അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ അവസാന നോവലാണ് 2024 മാർച്ച് 6 അദ്ദേഹത്തിന്റെ 97ാം പിറന്നാൾ ദിനത്തിൽ പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. സ്പാനിഷ് ഭാഷയിലാണ് നോവൽ രചിച്ചിട്ടുള്ളത്. സാഹിത്യ നൊബേൽ സമ്മാനം നേടിയ ഏകാന്തതയുടെ 100 വർഷങ്ങൾ, കോളറ കാലത്തെ പ്രണയം, കുലപതിയുടെ ശരൽക്കാലം തുടങ്ങിയ നോവലുകൾ രചിച്ച മാർക്കസ് 1927 കൊളംബിയയിലാണ് ജനിച്ചത്. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? ഉത്തരം മാർച്ച് 8. ഇൻവെസ്റ്റ് ഇൻ വിമൻ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് 2024 വനിതാ ദിനാചരണ വിഷയം. നാസയുടെ ചന്ദ്രയാത്രാ ദൗത്യമായ ആർട്ടിമിസിൽ പങ്കാളികളാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ 10 സഞ്ചാരികളുടെ പട്ടികയിൽ കേരളത്തിൽ കുടുംബ വേരുകളുള്ള ഒരു വ്യക്തിയുമുണ്ട്. പേര്? ഉത്തരം ഡോക്ടർ അനിൽ മേനോൻ. മലബാറിൽ നിന്ന് യുഎസിലേക്ക് കുടിയേറിയ ശങ്കരൻ മേനോന്റെ മകനാണ് US വ്യോമസേനയിൽ ഡോക്ടർ കൂടിയായ അനിൽ മേനോൻ. യുക്രൈൻ വംശജയാണ് മാതാവ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ? ഉത്തരം അമിതാഭ് ഘോഷ്. 1956 കൊൽക്കത്തയിൽ ജനിച്ച ഘോഷ് ഓക്സ്ഫോർഡിൽ നിന്ന് സാമൂഹിക നരവംശശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സാഹിത്യ ലോകത്തെത്തിയത്. ദ നട്ട്മെഗ് സ്കേഴ്സ്, ദ ഹംഗ്രി ടൈഡ്, റിവർ ഓഫ് സ്മോക്ക്, ദ ഷാഡോ ലൈൻസ് തുടങ്ങിയ നോവലുകളുടെ രചയിതാവാണ്. 2018 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. നെതർലൻഡ്സ് രാജാവ് രക്ഷാധികാരിയായ ഇറാസ്മിയാനം ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത്. 1.5 ലക്ഷം യൂറോയാണ് പുരസ്കാര തുക. നവോത്ഥാന കാലത്ത് ജീവിച്ചിരുന്ന ഡച്ച് മാനവികതാവാദിയും സാമൂഹിക വിമർശകനുമായ ഡെസിഡേറിയസ് ഇറാസ്മസിന്റെ പേരിലുള്ളതാണ് പുരസ്കാരം. ബോഷത്തിന്റെ സ്തുതി അദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയാണ്. ഏത് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയാണ് 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം അടുത്തിടെ അവസാനിപ്പിച്ചത്? ഉത്തരം തെരേസ മേ. 2016-19 കാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ബ്രെക്സിറ്റ് നടപ്പാക്കാൻ സ്വീകരിച്ച നടപടികളുടെ പേരിൽ കൺസർവേറ്റീവ് എംപിമാരുടെ പിന്തുണ നഷ്ടപ്പെട്ടതോടെ രാജിവെച്ചു. 7 തവണ MP ആയിരുന്നു.
ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ? ഉത്തരം കിഷോർ മക്വാന. ജപ്പാനിലെ ജനപ്രിയ ആനിമേഷൻ കോമിക് പരമ്പരയായ ഡ്രാഗൺ ബോളിന്റെ സ്രഷ്ടാവ് അന്തരിച്ചു. പേര്? ഉത്തരം അകിര ടോറിയാമ. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേഷൻ മാർച്ച് 6-ന് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം തൃപ്പൂണിത്തുറ. ഇതോടെ ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 25 സ്റ്റേഷനുകളിലായി 28.125 കിലോമീറ്റർ ആദ്യഘട്ടത്തിൽ പൂർത്തിയായി. 1ാം ഘട്ട നിർമ്മാണ ചെലവ് 7377 കോടി രൂപയാണ്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാരത്ന പുരസ്കാര ജേതാക്കൾ? ഉത്തരം ട്രീസ ജോളി, വിജി പെൺകൂട്ട്, അന്നപൂർണി സുബ്രഹ്മണ്യം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ ജില്ലു മോൾ മാരി തോമസ് പുരസ്കാരം നേടി. ജന്മനാ ഇരു കൈകളും ഇല്ലാതിരുന്നിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്ത ഏഷ്യയിലെ ആദ്യ വനിത കൂടിയാണ് ജില്ലു മോൾ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരട്ടവരി തുരങ്കപാതയായ സെലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിലാണ് പാത നിർമ്മിച്ചിട്ടുള്ളത്. 2 തുരങ്കങ്ങളാണ് പാതയിലുള്ളത്. 1003 മീറ്റർ നീളമുള്ള സിംഗിൾ ട്യൂബ് ടണലും അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തു കടക്കാനുള്ള രക്ഷാക്കുഴലും ഉൾപ്പെടുന്ന 1595 മീറ്റർ നീളമുള്ള മറ്റൊരു ടണലും. ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് 825 കോടി രൂപ ചെലവഴിച്ചാണ് പാത നിർമ്മിച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ എത്രാമത്തെ പ്രസിഡന്റാണ് ആസിഫ് അലി സർദാരി? ഉത്തരം 14-ാമത്തെ. 2008 മുതൽ 2013 വരെ പാക് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പാർട്ടിയായ PMLNന്റെയും PPPയുടെയും നേതൃത്വത്തിലുള്ള സഖ്യ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് ജയിച്ചത്. 2007 ഡിസംബർ 27-ന് കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ബെൻസീർ ഭൂട്ടോ ഭാര്യയാണ്. 2024-ലെ 71-ാം ലോകസുന്ദരി പട്ടം നേടിയത്? ഉത്തരം ക്രിസ്റ്റിയാന പിസ്കോവ. ലെബനനിൽ നിന്നുള്ള യാസ്മിന സെയ്റ്റൂന് ആണ് ഫസ്റ്റ് റണ്ണറപ്പ്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത മത്സരിച്ച സിനി ഷെട്ടി ഫൈനൽ റൗണ്ടിൽ ഇടം പിടിച്ചില്ല. മുംബൈ ആയിരുന്നു മത്സരവേദി. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ഉജ്ജയിൻ. ഉജ്ജയിനിലെ ജന്തർ മന്ദറിലെ 85 അടി ഉയരമുള്ള ടവറിലാണ് വിക്രമാദിത്യ വേദഘടികാരം സ്ഥാപിച്ചിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനം, വൈദിക പഞ്ചാംഗം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഗ്രീൻവിച്ച് സമയം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം തുടങ്ങിയവ ക്ലോക്ക് പ്രദർശിപ്പിക്കും. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.